ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അരി വറുത്ത് പൊടിച്ച കൂണ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആദ്യം കൂണ് വൃത്തിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ഓയിസ്റ്റർ കൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി വെള്ളത്തിലൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസസായി ഒന്ന് കീറിയെടുക്കാം. ഏത് ടൈപ്പ് കൂണ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കീറി വെച്ചിരിക്കുന്ന കൂണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ വലിയ നീളമുള്ള പീസസ് ആയതുകൊണ്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതും ഇതുപോലെ അരിഞ്ഞു മാറ്റി വയ്ക്കാം. ഇനി ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മട്ടയരി 2 ടേബിൾ സ്പൂൺ. വറുത്തെടുക്കാനായിട്ടാണ്. വെള്ളയരി ആയാലും കുഴപ്പമില്ല. ഇനി വേണ്ടിയത് 10 ചെറിയുള്ളിയാണ്. ഇത് ചെറുതായി ഒന്ന് അരിഞ്ഞു വെക്കണം. ഇനി 1 തണ്ട് കറിവേപ്പിലയും 1 പച്ചമുളകും. ഇനി അരപ്പിനാവശ്യമായത് 1/4 കപ്പ് തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് അരി വറുക്കാനായി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് അരി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അരിയെല്ലാം ഒരുപോലെ പൊട്ടി വറുത്തു വരണം. വറുത്തു വരുന്ന സമയം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിൽ നന്നായി പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി എടുത്തു വെച്ചിരിക്കുന്ന 1/4 കപ്പ് തേങ്ങ ചിരകിയതും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇത്രയും തയ്യാറായി കഴിഞ്ഞാൽ ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂൺ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറുതായി അരിഞ്ഞ ചെറിയുള്ളിയും പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1/4 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് 3 മിനിറ്റ് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ശേഷം മൂടി തുറക്കാം. ഇപ്പോൾ കൂണിലുള്ള വെള്ളം കൂടി ഇറങ്ങിയിട്ടുണ്ടാകും. ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച അരിപ്പൊടിയിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ചേർത്തിളക്കാം. അരി പൊടിച്ചതുകൂടി ചേർത്ത് കഴിയുമ്പോൾ കറി നന്നായി കുറുകി വരും. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കണം. കറി നന്നായി തിളച്ചു തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രേവി വേണമെങ്കിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനാവശ്യമായ താളിപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 വറ്റൽ മുളകും. കറിവേപ്പില നേരത്തെ ചേർത്തതുകൊണ്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. താളിപ്പ് നമുക്ക് കൂണ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയായാൽ നമ്മുടെ അരി വറുത്തെടുത്ത കൂണ് കറി തയ്യാറായി കഴിഞ്ഞു. നാടൻ രുചിയിലുള്ള കൂണ് കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും കാണാം മറ്റൊരു റെസിപ്പിയുമായി. അതുവരെ ബൈ.